SIR-ന്റെ ഭാഗമായി ആളുകൾ നമ്മുടെ BLOമാർ വീട്ടിൽ വരുന്നത് കൊണ്ട് വീട്ടുകാരെല്ലാം വീട്ടിലുണ്ടാകണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ വീടുകളിൽ വന്നു തുടങ്ങി. ഇപ്പോൾ എൻ്റെ വീട്ടിലും ഇവിടുത്തെ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി 2 പ്രാവശ്യം വന്നു കഴിഞ്ഞു. മറ്റ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടില്ല. അവർ നിശ്ചയിക്കുമ്പോൾ പലവട്ടം വരും, പിന്നെ പല രീതിയിൽ വരും. ഇപ്പോഴിതാ മറ്റൊരു ടീമും കൂടി കേരളത്തിൽ വീടുകളിൽ വരാൻ പോകുന്നു. നവകേരള വികസനത്തിൻ്റെ കർമ്മസമിതികളാണ് കർമ്മസേനയാണ് വരാൻ പോകുന്നത്. ആ കർമ്മസേനയുടെ പ്രധാന ജോലി ഓരോ വീടുകളിലും വന്ന് അവരുടെ വീടുകളിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളുമെല്ലാം മനസ്സിലാക്കുകയും കേരള സർക്കാർ മൂന്നാമത് വന്നാൽ, അതായത് പിണറായി വിജയൻ മൂന്നാമത് ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിനുള്ള ഒരു സർവേയാണ്. അപ്പോൾ ആ സർവേ കേരളത്തിൽ രൂപീകരിച്ചു. CPM ആണ് ഈ സന്നദ്ധ സേന വഴി, സന്നദ്ധ പ്രവർത്തകർ വഴി, അത് പാർട്ടി പ്രവർത്തകരായിരിക്കത്തില്ല വരുന്നത്, വോളണ്ടറി ടീമായിരിക്കും വരുന്നത്, മറ്റ് ടീമായിരിക്കും വരുന്നത്. അവർക്ക് ആളെ കണ്ടെത്തി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. സന്നദ്ധാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറുള്ള, പിന്നെ സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് ഇരിക്കുന്നത് കൊണ്ടും പാർട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് പേര് തയ്യാറാവും. പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. LDF അനുഭാവികളാണ് കർമ്മസേനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. ജില്ലാ കമ്മിറ്റികളിലെ സംസ്ഥാന കമ്മിറ്റിയുടെ കത്ത് പോയിട്ടുണ്ട്. സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? അങ്ങോട്ട് പറയാനല്ല, ഇങ്ങോട്ട് കേൾക്കാനാണ് പോകുന്നത്. ജനങ്ങളെ കേൾക്കാനാണ് പോകുന്നത്. സാധാരണ അങ്ങോട്ട് നോട്ടീസ് കൊണ്ട് കൊടുത്ത് അങ്ങോട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവേ, ഇതല്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് കേൾക്കാനുള്ളതാണ്. അവരുടെ പരാതികൾ, പരിഭവങ്ങൾ, പ്രശ്നങ്ങൾ, അവർ എങ്ങനെയാണ് ഈ ക്ഷേമപ്രവർത്തനങ്ങളെ കാണുന്നത്, ഇനി എന്താണ് ക്ഷേമപ്രവർത്തനം വരുന്നത് എന്നുള്ളതാണ്. 80 ലക്ഷം വീടുകളിലേക്കും സർവേക്ക് ആളെ കണ്ടെത്തും. അപ്പോൾ 80 ലക്ഷം വീടുകൾക്ക് ഒരു വീട്ടിൽ 2 പേരാണെങ്കിൽ 1,60,00,000 ആളുകളെ കണ്ടെത്തും. അത്രയും സന്നദ്ധ പ്രവർത്തകർ ഈ കർമ്മസേനയുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി വരും. ഇത് പിന്നെ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള LDFൻ്റെ സ്ക്വാഡ് വർക്കായി ഈ സർവേ മാറുമെന്ന വിമർശനത്തെ ഉറപ്പിക്കുന്നതാണ് ഈ നീക്കം. എന്നാൽ സർക്കാരിൻ്റെ സർവേ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാരാണ് സർവേ നടത്തുന്നത് കേട്ടോ, പാർട്ടിയല്ല, സർക്കാരാണ് സർവേ നടത്തുന്നത്. മാർച്ച് 31 പ്രവർത്തിക്കാൻ താല്പര്യമുള്ള റിക്രൂട്ടുകളുടെ പാർട്ടി നിർദ്ദേശവും തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് തന്നെ 20 കോടി രൂപ സർവേക്ക് സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ 20 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ശമ്പളം കൊടുക്കുകയില്ല, എന്നാൽ ചിലപ്പോൾ ചെറിയ ചായ കുടിക്കാനുള്ള പൈസയോ യാത്ര ചെയ്യാനുള്ള പൈസയൊക്കെ ചിലപ്പോൾ കൊടുത്തെന്നിരിക്കും. എന്തായാലും പ്യുവർലി വോളണ്ടറി ആണ്. ഒരു 1 കോടി 80 ലക്ഷം വീടുകളിൽ വരുമ്പോൾ 2 പേരെങ്കിലും വരണമല്ലോ. അപ്പോൾ 1,60,00,000 ആളുകൾ എങ്കിലും ഉള്ള വലിയൊരു സേന. അതല്ലെങ്കിൽ ചിലപ്പോൾ ആളുകളുടെ എണ്ണം കുറയുമായിരിക്കും. ഒരു പഞ്ചായത്തിന് ഇത്ര പേരെന്നുള്ള കണക്കായിരിക്കും. എന്തായാലും വളരെ വലിയൊരു സേനയെ സജ്ജമാക്കുന്നു സർക്കാർ. അവരുടെ ജോലി വീടാന്തരം പോയി എന്ത് ചെയ്യുക എന്നുള്ളതാണ്. ഈ സർക്കാരിനെ അനുകൂലമായി സർക്കാരിൻ്റെ വേണ്ടി കേൾക്കുക, ജനങ്ങളെ കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള സേന വരുന്നു. ആ സേന നിങ്ങളുടെ വീടുകളിലൊക്കെ വരുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. എന്തായാലും ക്ഷേമ പ്രവർത്തനങ്ങൾ, പരാതികൾ, പരിഭവങ്ങൾ എല്ലാം കേട്ടുകൊണ്ടുള്ള മൂന്നാം സർക്കാർ, മൂന്നാം പിണറായി 3:0 സർക്കാർ വരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പിണറായി സർക്കാർ ചെയ്യുന്നത്. നിങ്ങളുടെ വീടുകളിലും വളരെ താമസിയാതെ നവകേരള കർമ്മ സേന സന്ദർശിക്കുന്നതാണ്.